മലയാള സിനിമയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഐശ്വര്യ ലക്ഷ്മി. സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന് പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിൽ എത്തണമെന്നാണ് നടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീരുമാനം എടുക്കാനാകുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും താരം പറഞ്ഞു. സ്ത്രീകളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്ന തൊഴിലിടമാകണം. അംഗത്വം എടുക്കേണ്ട സംഘടനയായി അമ്മ തോന്നിയിട്ടില്ല എന്നാണ് ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞത്. സംഭവിച്ചത് വലിയൊരു മാറ്റത്തിലേക്കുള്ള കാൽവെപ്പാണ്. പണ്ടേ നടത്തേണ്ട കാര്യമായിരുന്നു. WCCയും സർക്കാരും മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്നു. എന്തുകൊണ്ട് നേരത്തെ എടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ചിനെതിരെ നിയമപരമായി മുമ്പോട്ട് പോകണം. സിനിമയിൽ വന്നിട്ട് മൂന്നാമത്തെ സിനിമയിലാണ് നടി ആക്രമിക്കപ്പെട്ടതും അനുബന്ധ സംഭവങ്ങൾ ഉണ്ടാകുന്നതും. അന്നു മുതൽ ഇതെല്ലാം നിരീക്ഷിച്ചു വരുന്നു. ആ സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതു മുതലാണ് ഇത്രയും വലിയ മാറ്റം ഉണ്ടായത്. അതെന്നെ പ്രചോദിപ്പിക്കുന്നു. ഒരാൾ പ്രതികരിച്ചു, എനിക്ക് അമ്മയിൽ അംഗത്വം എടുക്കണമെന്ന് തോന്നിയില്ല. അംഗത്വം എടുത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്ന് അവരുടെ പ്രവർത്തനം കൊണ്ട് തോന്നിയില്ല എന്നും ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞു. ആർക്കാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത് അവരാണ് സംഘടനയുടെ തലപ്പത്ത് വരേണ്ടതെന്നും ഐശ്വര്യ പറഞ്ഞു. എന്തായാലും നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി യുവതി എത്തിയിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖേനയാണ് യുവതി പരാതി നൽകിയത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും യുവതി പറഞ്ഞിരുന്നു. യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ താരസംഘടനയായ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ലെന്ന് മന്ത്രിയും നടനുമായ KB ഗണേഷ് കുമാറും പറഞ്ഞു. അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണിന്ന്. സംഘടനയെ നശിപ്പിക്കാൻ കുറെ ആളുകൾ കാലങ്ങളായി ആഗ്രഹിക്കുന്നു. അത് സാധിച്ചുവെന്നും ഗണേഷ് കുമാർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരിൽ നിന്ന് 50,000 രൂപ വീതം വാങ്ങി 1.5 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണിന്ന്. വ്യക്തിപരമായ വേദനയാണത്. മോഹൻലാലും മമ്മൂട്ടിയും ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാകും. ഒരു സംശയവും വേണ്ട, അതിൻ്റെ കാറ്റുപോയി. അത് നശിപ്പിക്കാൻ കുറെ ആളുകൾ കുറെ നാളുകളായി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ആരുണ്ട്? മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇനി ആർക്കും നയിക്കാൻ കഴിയില്ല, ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമെയാണ് ഓരോ താരങ്ങളും തങ്ങൾക്ക് നേരിട്ട അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ഇത്തരത്തിൽ നിരവധി യുവതികൾ പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ നടന്മാരും കുടുങ്ങുന്ന അവസ്ഥയായിരുന്നു. റിയാസ് ഖാൻ, ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, മണിയൻ പിള്ള രാജു, സിദ്ദിഖ്, രഞ്ജിത്ത് എന്നിവരെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലായ അവസ്ഥയാണ്. എന്തായാലും 7-അംഗ സംഘത്തെ നിയോഗിച്ച അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണം ഉന്നയിച്ചവരുടെ മൊഴികളെല്ലാം എടുക്കും. അതിനുശേഷം കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കും.